നമസ്കാരം സാർ. നമസ്തേ സാർ, വന്ദേ മാതരം ഇപ്പോൾ ഒരു പുതിയ വിവാദ വിഷയമായി വരുന്നുണ്ട്. അതായത് വന്ദേ മാതരം ജനഗണമനയേക്കാൾ പ്രാധാന്യത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് വന്ദേ മാതരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ വന്ദേ മാതരത്തിൻ്റെ ചരിത്രം നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പരിശോധിക്കുമ്പോൾ അത് ചരിത്രമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതെങ്ങനെ വന്നത് എന്നതൊക്കെ അവിടെ നിന്നോട്ടെ. സാർ, ഈ വന്ദേ മാതരത്തിന് ഇപ്പോൾ BJP പ്രത്യേകിച്ചൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ 4 വരിക്ക് ശേഷമുള്ള ബാക്കി 4 വരികൾ കൂടെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പ്, ബംഗാളിലെ തിരഞ്ഞെടുപ്പാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊരു ഭാഷ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സർ, അങ്ങക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? വന്ദേ മാതരത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഊർജം പകർന്ന അതിന്റെ മന്ത്രമായിരുന്നു വന്ദേ മാതരം. ആ വന്ദേ മാതരം നമ്മുടെ 1875 അത് സമൂഹത്തിലേക്ക് വരുന്നതെങ്കിലും അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അതൊരു ആവേശമായി മാറുന്നത് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉണ്ടായിട്ട സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന ആ തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തില് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടതും ഇന്ത്യക്കാർ വിജയിച്ചതുമായ ഒരു സമരമാണ് 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റം, അല്ലെങ്കിൽ സ്വദേശി മൂവ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് പറയാൻ കാരണം, ബംഗാൾ വിഭജനം മുസ്ലിം ഈസ്റ്റ് ബംഗാളും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള വെസ്റ്റ് ബംഗാളുമായിട്ടായിരുന്നു വിഭജിച്ചത്. അതിനെതിരായ മുന്നേറ്റം ഹിന്ദു മുസ്ലിം ജനങ്ങൾ ഒന്നായി നിന്ന് സമരം നടത്തുമ്പോൾ അതിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും ആവേശം കൊടുത്ത ഒരു ഗീതമാണ് ദേശീയ ഗാനമായിട്ട് അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ദേ മാതരം ജനങ്ങളിലേക്ക് വരുന്നത്. 1911 ബ്രിട്ടീഷുകാര് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ഞാനത് പറഞ്ഞത് കാരണം ആ തരത്തില് ജനമുന്നേറ്റത്തിന് പ്രേരണയായ അതിനല്ലെങ്കിൽ അവർ ഒരു മുദ്രാവാക്യവും അല്ലെങ്കിൽ ഒരു മന്ത്രവുമായിട്ടും ഗീതമായിട്ടും ഒക്കെ സ്വീകരിച്ച വന്ദേ മാതരം അങ്ങനെ കാര്യമായ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് 1937 ആകുമ്പോഴേ മുസ്ലിം ലീഗ് വന്ദേ മാതരത്തിനെതിരായിട്ട് ഒരു അഭിപ്രായം പറയുകയുണ്ടായി. കാരണം വന്ദേ മാതരത്തിന്റെ 3ാമത്തെ സ്റ്റാൻസയിൽ വരുമ്പോൾ ശരിക്കും വന്ദേ മാതരം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രത്തെ മാതാവായി കണ്ട് നമ്മുടെ ദേശീയതയെ മാത്രമാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ അതിനെ നിർവചിക്കുമ്പോൾ, അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ ചില ഹിന്ദു ദേവം ദുർഗ എന്നുള്ള ചില വ്യാഖ്യാനങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ശക്തിയുടെ പര്യായമായിട്ടാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും കോൺഗ്രസിനകത്തുള്ള ഒരു പക്ഷം, പ്രത്യേകിച്ചും നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഒരു പരിധിവരെ അതിനോട് ഈൽഡ് ചെയ്യുകയും അങ്ങനെ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് 1937 വന്ദേ മാതരത്തിന്റെ ആദ്യ 2 സ്റ്റാൻസയിലേക്ക് ഒതുക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനെതിരെ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് അന്ന് എതിർത്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നും അന്ന് രാഷ്ട്രീയത്തിന്റെ തലത്തിൽ നമ്മൾ കാണേണ്ടതല്ല. ദേശീയ ഗാനത്തിനോടെതിരായ അന്ന് ജനഗണമന ജനകീയമായ രീതിയിൽ ആലപിച്ചിരുന്നില്ല. 1911 ടാഗോർ ജനഗണമന എഴുതുന്നത്. പക്ഷെ അത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ജനഗണമനയ്ക്ക് ഒരു സ്വീകാര്യം വരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഭരണഘടന അത് അംഗീകരിക്കുമ്പോഴാണ്. അപ്പൊ വന്ദേ മാതരത്തിന് ദേശീയ ഗീതമായിട്ടും നാഷണൽ ആന്തം എന്നുള്ള തലത്തിൽ നമ്മൾ ജനഗണമനയും സ്വീകരിച്ചു. അപ്പൊ വന്ദേ മാതരം നമ്മുടെ പാർലമെന്റിൽ ചൊല്ലുന്നുണ്ട്. ആകാശവാണിയിൽ എല്ലാ ദിവസവും രാവിലെ വന്ദേ മാതരത്തോടെയാണ് ആകാശവാണി തുടക്കം കുറിക്കുന്നത്. അപ്പം നിലവില് അതിനെതിരായ ഒരു ജനാഭിപ്രായം ഉണ്ടായിരുന്നുമില്ല. പക്ഷെ വന്ദേ മാതരത്തെ വിഭജിച്ചതിനോട് ഒരുപാട് വിയോജിപ്പുകൾ അന്ന് ദേശീയവാദികളായ കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് ക്രമേണ വന്ദേ മാതരത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുകയും എന്നാൽ ഭരണഘടനാപരമായിട്ട് പാർലമെന്റ് സമ്മേളനത്തിൽ ഉൾപ്പെടെ അത് ആലപിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ 150ാം വാർഷികം സർക്കാർ വളരെ സമുചിതമായി ആചരിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ് അത് വീണ്ടും ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനതിനെ ബംഗാളിലെ തിരഞ്ഞെടുപ്പിന് ഗുണകരമാകും എന്നുള്ള തലത്തിൽ കാണുന്നത് കേരളത്തിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഈ ഗാനം കൊണ്ട് ബംഗാളിലെ BJPക്ക്
തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാർ ഒന്ന് ഇടപെടുകയാണ് സാർ. സാറ് തന്നെ പറഞ്ഞ അതിൻ്റെ രണ്ടാം ഭാഗം, നെഹ്റു ഇടപെട്ട് ബ്ലോക്ക് ചെയ്ത രണ്ടാം ഭാഗം, ആ രണ്ടാം ഭാഗത്തിൽ ദേവിയെ ശക്തിയായും ദുർഗയായും അങ്ങനെ ദേവി കീർത്തനം, ദേവിയെ പ്രകീർത്തിക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇത് ഞാൻ എൻ്റെ ഭാഗം അല്ല, പൊതുവിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ പറയുന്നതാണ്. സാർ അതിനെന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ പറയിക്കുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് എടുക്കാൻ BJP ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്. കാര്യം അവിടെ മുസ്ലിം വോട്ട് എത്രത്തോളമുണ്ട്? സാറ് പറഞ്ഞ പോലെ ഞാനൊന്ന് പറയുകയാണ്, 2011 ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുന്നു, പിന്നെ മമതയാണ് വരുന്നത്. മമത ജയിക്കുന്നത് അത്രയും മുസ്ലിം വോട്ട് കൊണ്ടാണ്. മുസ്ലിം വോട്ടാണ് മമതയുടെ ശക്തി. അപ്പോൾ ആ മുസ്ലിം വോട്ടിനെ വിഘടിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇതിനകത്തുള്ളത് എന്ന് പറയുന്നു. മമതയെ തോൽപ്പിക്കാൻ BJPക്ക് കഴിയുന്നില്ല. അല്ല, യഥാർത്ഥത്തില് മമതാ ബാനർജി 35 വർഷത്തെ ഇടത് ഭരണത്തിനെതിരായി അല്ലെങ്കിൽ ബംഗാളിനെ സമഗ്രമായി നശിപ്പിച്ച ഒരു ഭരണമായിരുന്നു. കാരണം ഞാനത് പറയാൻ കാരണം 1950കളിലും 60കളിലും 70കളിലും ഒക്കെ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിന്നൊരു സംസ്ഥാനമാണ്. സമസ്ത മേഖലയിലും, അതായത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാഹിത്യം, സിനിമ, അതുപോലെ അക്കാഡമിക രംഗത്ത്, മാധ്യമ രംഗത്ത് എല്ലാം നിറഞ്ഞു നിന്നത് ബംഗാളികളായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ കൽക്കട്ട തുറമുഖവും അതുപോലെ നമ്മുടെ വ്യാപാര വാണിജ്യ മേഖലയിൽ അന്ന് ബോംബെക്കാളും പ്രാധാന്യം കൽക്കട്ടയ്ക്കായിരുന്നു. പക്ഷെ ആ ബംഗാളിനെ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 35 വർഷ ഭരണം, പ്രതിപക്ഷമില്ലാത്ത ഒരു വ്യവസ്ഥയുടെ ഭരണം കൊണ്ട് തകർത്തെറിയുകയും ബംഗാളിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. മലയാളികൾക്ക് ബംഗാളികളെ കുറിച്ചുള്ള ഒരു ഇപ്പോഴത്തെ ഇമേജ് എന്താണ്? ഒരു കാലത്ത് നവോത്ഥാനത്തിന്റെ നായകരായിരുന്ന എല്ലാവരും സാഹിത്യരംഗത്ത്, അതുപോലെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവര്, സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളികളായിരുന്നവർക്ക് ബംഗാളിൽ നിന്നായിരുന്നു. പക്ഷെ ആ ബംഗാളിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ മമതാ ബാനർജി അധികാരത്തിൽ വരികയും 3 തവണ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് ആ CPMന്റെ അതേ രാഷ്ട്രീയ ശൈലി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അതിനോട് വിയോജിപ്പുള്ളവരുണ്ട്. ഞാനതിനകത്ത് കേവലം ഒരു മുസ്ലിം വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണുന്നതല്ല. സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിലെ മുസ്ലിം വോട്ടർമാര് കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുത്തവര് പൂർണ്ണമായിട്ടും തൃണമൂലിലേക്ക് മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ കഠിനാധ്വാനം ചെയ്യുകയാണ്. പ്രധാന പ്രതിപക്ഷമായിട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ വന്നത്. നിയമസഭയിലും ആ തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അധികാരത്തിലേക്ക് മുന്നേറുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനെതിരായ ചെറുത്തുനിൽപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ 15 വർഷത്തെ മമതാ ഭരണത്തിനെതിരായ ഒരു ജനവികാരം ബംഗാളിലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൽക്കട്ടയിൽ 4 ദിവസം ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അത് ഒരു സ്വാഭാവികമായിട്ടും 15 വർഷത്തെ തുടർ ഭരണത്തിൻ്റെതായ ഒരു സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെതിരായ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാവുമല്ലോ. അതവിടെ ശക്തമായിട്ടുണ്ട് ബംഗാളിൽ. ഇപ്പം മമതാ ബാനർജിയുടെ അടിത്തറ ഇളകിയെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജിക്ക് വളരെ ശക്തമായ ജനപിന്തുണ ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ 15 വർഷത്തെ മമതാ ഭരണത്തിനെതിരായ ഒരു വികാരം അവിടെയുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു 15 വർഷത്തെ ഭരണത്തിന്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് അതിനെ കണ്ടാൽ മതി. അതെ, ആന്റി ഇൻകംബൻസി അവിടെ ഉണ്ട്. കാരണം 15 വർഷത്തെ തുടർ ഭരണം സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ എല്ലാ അടവുകളും എടുക്കുന്നുണ്ട് അതിനകത്ത്. കാരണം ദേശീയ തലത്തിൽ നടത്തുന്ന എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന തലത്തിൽ BJPക്ക് ഇത് ശക്തമായ അടിത്തറയുണ്ട് ബംഗാളിൽ. അത് യാതൊരു സംശയമില്ല. കാരണം അവിടെ കോൺഗ്രസും CPMും ഏതാണ്ട് പൂർണ്ണമായിട്ടും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി എന്ന് വേണം. കാരണം കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് അവിടെ. അതല്ല, ഞാൻ ബംഗാളിലെ പല പ്രദേശങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്ന തരത്തിൽ നമുക്ക് പറയുന്നത് ഇന്ന് ചെങ്കൊടി ബംഗാളിൽ കാണാൻ കഴിയില്ല. കേരളത്തിൽ നമ്മൾ ബംഗാളിൽ പോകുമ്പോഴുണ്ടാവുന്ന ത്രിപുരയിലും ബംഗാളിലും ഇന്ന് നമ്മൾ കാണുന്നത് വളരെ റെയറായിട്ട് മാത്രമാണ്. ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, BJPയുടെ ഇത് തന്ത്രമല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഇതൊരു തന്ത്രമല്ല എന്ന് താങ്കൾക്ക് പറഞ്ഞു കളയാൻ കഴിയുമോ? അല്ല, BJPക്ക് തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പാർട്ടി എന്നുള്ള തലത്തിൽ തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും അടവ് നയങ്ങളും BJPയുടെ അധികാരമാണ്, അവരുടെ അവകാശമാണ്. അതിനകത്ത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇത് 150ാം വാർഷികം വന്നു. ഒരുപക്ഷെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളെ ഉണർത്തുന്നതിന് സഹായകമാകും എന്ന് ധരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് BJP വന്ദേമാതരത്തെ ഒരു ദേശീയ തലത്തിലാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതൊരു ബംഗാളിന്റെ ഒരു കാലികമായ രാഷ്ട്രീയ ആവശ്യത്തെക്കാൾ ഉപരി
ദേശീയവാദികളുടേതായ ഒരു ശബ്ദം എന്നുള്ള തലത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘവും BJPയും വന്ദേ മാതരത്തിന്റെ ഫുൾ ടെക്സ്റ്റ് തന്നെയാണ് അവരുടെ പരിപാടികളിൽ അവതരിപ്പിക്കുക. കാരണം എനിക്ക് വളരെ പരിചയമാണ്, എല്ലാ RSSന്റെ പ്രോഗ്രാമിലും സമ്മേളനങ്ങളിലും വന്ദേ മാതരം ഫുൾ ടെക്സ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് നിലവിൽ. അതുകൊണ്ട് ഇതൊരു പുതിയ ഒരു സംരംഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല. BJPയുടെയും RSSന്റെയും പല ഔദ്യോഗിക പരിപാടികളിലും വന്ദേ മാതരം ചൊല്ലുകയാണെങ്കിൽ ആ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആണ് ചൊല്ലുന്നത്. കാരണം നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ദേ മാതരത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ബംഗാളിലെ രാഷ്ട്രീയ ലാഭം ഇതുകൊണ്ട്, കാരണം ബംഗാളിലെ ജനങ്ങള് വന്ദേ മാതരം പാടിക്കൊണ്ട് BJPയോട് ഒരു കൂടുതൽ മമത കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഭാരതം മുഴുവനും വന്ദേ മാതരത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട്. അതിനെ ഒരു വിവാദമാക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ദേശീയ ഗീതം തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തില് ഇൻക്ലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ഒന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിളിച്ചിരുന്നില്ല. നിങ്ങൾ 1947 വരെയും ഭാരത് മാതാ കി ജയ് എന്നും അതുപോലെ വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യസ്നേഹത്തിന്റെ ഒരു പര്യായമായിരുന്നു. അതുകൊണ്ട് വന്ദേ മാതരം രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു ആശയപരമായ BJPയുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി കാണാനാണ് എനിക്ക് താല്പര്യം. സാർ ഒരു കാര്യം പറയാതെ അറിയാതെ സാർ പറഞ്ഞു വെച്ചു. അതായത് ലോകസഭയിൽ മമതാ ബാനർജിയുടെ MPമാരുടെ എണ്ണം സാർ പറഞ്ഞു. മമതയ്ക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു കേവല ഭൂരിപക്ഷം, അതും നിതീഷ് കുമാറിന്റെ ഒക്കെ ഭൂരിപക്ഷം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഭരണത്തിയിരിക്കുന്നത്. നിതീഷ് കുമാർ കൂടെ വന്ന ശേഷമാണ്. മറിച്ച് മമതയുടെ ശക്തി എന്താണെന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നില്ലേ? കാര്യം എനിക്ക് കറക്റ്റ് എണ്ണം പറയാൻ അറിയില്ല. 25 മേൽ MPമാർ ഉണ്ടെന്നാണ് തോന്നുന്നത്. സാറിനത് അറിയാവുന്ന തോന്നുന്നു. 25-ലധികം MPമാർ മമതയ്ക്കില്ലേ? 22 അല്ലേ? അപ്പൊ അത് ഒരു വേള BJP ഭയക്കുന്നില്ലേ സാർ? മമതാ ബാനർജിയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് അവിടെ യാതൊരു കോട്ടവും വന്നിട്ടില്ല. അതേസമയം അവിടെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ വളരെ ശക്തമായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒന്നിച്ച് വായിക്കണം. കാരണം ദേശീയ തലത്തില് മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ഒരു കോട്ടം തട്ടിയെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാനത്തെ ഭരണകൂടം സ്വാഭാവികമായും 15 വർഷത്തെ തുടർ ഭരണത്തിൻ്റെതായ ഒരു ഇഫക്റ്റും കൂടെ അതിനകത്തുണ്ട്. അതിനെ അതിജീവിക്കുന്നതിന്റെ ശക്തമായ ഒരു മുന്നേറ്റം BJPയുടെ ഭാഗത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട്, വിശേഷിച്ചും അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അതിനുള്ള എല്ലാ ഇനിഷ്യേറ്റീവ് നടക്കുന്നത്. അപ്പൊ BJPയുടേതായ എല്ലാ തന്ത്രങ്ങളും അവിടെ ആവിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വന്ദേ മാതരത്തെ അതിനോട് ലിങ്ക് ചെയ്തില്ല. കാരണം വന്ദേ മാതരം ഇവിടെ കടന്നു വന്നത് 150-ാം വർഷത്തെ അതിന്റെ വാർഷികാഘോഷ പരിപാടിയുമായി ബന്ധപ്പെടുത്തിയും അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും BJPയുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയൊക്കെ ഒരു ആശയപരമായ അടിത്തറയിൽ വന്ദേ മാതരത്തിനുള്ള പ്രാധാന്യം വ്യക്തിപരമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കുന്ന ഒരാളെന്ന തലത്തിൽ എനിക്ക് നല്ലവണ്ണം അറിയാം. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. സാർ ഇതൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഞാനിതിനെ കാണുന്നത് വന്ദേ മാതരത്തിനെ ഒരു ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം BJP കൊണ്ടുവരുന്നത്. അത് ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകതയിലേക്ക് ചുരുക്കുന്നത് വ്യക്തിപരമായി എനിക്ക് ആ ഒരു അഭിപ്രായമുള്ള ഒരാളല്ല. തീർച്ചയായിട്ടും ബംഗാളിൽ അതിന്റെ സ്വാധീനം ഉണ്ടാകാമായിരിക്കും. പക്ഷെ അത് പൊതുവെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ സ്വാധീനം ഉണ്ടാക്കാത്ത തരത്തിലേക്ക് വരാനുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ല. അതിനൊരു ദേശീയ തലത്തിലും ആശയപരമായിട്ടും ആദർശ തലത്തിലും അതിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. അതുകൊണ്ടൊരു പുതിയ ഒരു ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു നയമായിട്ട് ആണ് ഞാനതിനെ കാണുന്നത്. അങ്ങനെ കാണാനാണ് എനിക്കും താല്പര്യം. താങ്ക് യു.